ഇന്നത്തെ ടോപ്പിക്ക് ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. നമ്മൾ ഇതുവരെ ഡെറിവേറ്റീവ് കാണുന്ന ഫംഗ്ഷൻസ് എല്ലാം y = f(x) എന്നുള്ള ഫോമിലാണ് ഉണ്ടായിരുന്നത്. ഇതിൽ y ഡിപ്പെൻഡന്റ് വേരിയബിളും x ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. x - y - π = 0. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നാൽ ഇവിടെ എക്സും വൈയും തമ്മിലുള്ള കണക്ഷൻ തന്നെയാണ് തരുന്നത്. ഇവിടെയും അത് എക്സും വൈയും തമ്മിലുള്ള കണക്ഷൻ തന്നെയാണ് തരുന്നത്. ഇതിൽ നിന്ന് വൈക്ക് വേണ്ടിയിട്ട് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് y = x - π എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ആക്കാൻ പറ്റുന്ന അർത്ഥം. ഇത് f(x) എന്നുള്ള ഫോമിലാണ്, എക്സിന്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പൊ ഇങ്ങനെ ആക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ y = എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ്. This type of functions are known as explicit functions. ഇനി വേറൊരെണ്ണം കൺസിഡർ ചെയ്യാം. x plus sin xy minus y = 0. നേരത്തെ ഈ ഒരു ഇക്വേഷൻ ആണ് തന്നത്. അതിനെ നമ്മൾ y = ആക്കാൻ എളുപ്പത്തിൽ പറ്റി, അതുകൊണ്ട് അത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഇതില് y = എന്നുള്ള ഫോമിൽ എഴുതാൻ എളുപ്പമല്ല. കാരണം സൈനിന്റെ ആംഗിൾ ആയിട്ട് y വന്നിട്ടുണ്ട്, ഇവിടെ വേറൊരു y ടേം ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റൈറ്റ് ദിസ് ഇക്വേഷൻ ഇൻ ദ ഫോം y = f(x). ഈ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻസ് ഇംപ്ലിസിറ്റ് ആണെങ്കിലും എക്സ്പ്ലിസിറ്റ് ആണെങ്കിലും ഈ രണ്ട് മെത്തേഡിലും നമുക്ക് തരുന്നത് എക്സും വൈയും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അപ്പൊ അതിൽ എളുപ്പമുള്ള ഫോമിലാണെങ്കിൽ y = f(x) എന്നുള്ള ഫോമിൽ എഴുതാൻ എളുപ്പമുള്ള പാറ്റേൺ ആണെങ്കിൽ അതിനെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയും. അങ്ങനെ പറ്റാത്തതാണെങ്കിൽ we will call this as implicit functions. അപ്പൊ ഇവിടെ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിയേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് dy/dx കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ നമുക്ക് ചില എക്സാമ്പിൾസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy/dx if x - y = π. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. കാരണം എന്താ, ഇവിടെ y = എന്നുള്ള ഫോമിൽ എഴുതാൻ വളരെ എളുപ്പമാണ് ഇതിന്, അല്ലെ? ഇതിൽ നിന്ന് y = എന്താ കിട്ടുക, y അങ്ങോട്ട് പോയി π ഇങ്ങോട്ട് വരുന്നു, x - π എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്താൽ dy/dx it is the derivative of x - π. ഇനി നമുക്കറിയാം രണ്ട് ടേം ഉണ്ടെങ്കിൽ ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ് നമ്മൾ ചെയ്യാം. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് x വിത്ത് റെസ്പെക്ട് ടു x? അത് 1 ആണ്. മൈനസ് ഡെറിവേറ്റീവ് ഓഫ് π വിത്ത് റെസ്പെക്ട് ടു x. π is a constant, so its derivative is 0. So our answer is dy/dx = 1. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷന്റെ രീതിയിലല്ല നമ്മൾ ചെയ്തത്. നമുക്ക് y = എളുപ്പത്തിലാക്കാൻ പറ്റുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യും. ഇനി ഇതിനെ തന്നെ വേറെ രീതിയിലും ചെയ്യാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ, അല്ലെ? അതിൽ നിന്നും d/dx of x - y = d/dx of π എന്ന് എഴുതാം. ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം. ഇതൊരു മെത്തേഡ്, വേറൊരു മെത്തേഡിൽ പറയുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ടേം ഉണ്ട്, ഓരോ ടേമിന്റെ ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. d/dx of x is 1 minus derivative of y with respect to x is dy/dx equal to derivative of π is 0. ഇതിൽ നിന്നും നമുക്ക് എന്താ കിട്ടുക, we also get dy/dx = 1. ഇപ്പൊ രണ്ടായാലും ആൻസർ ഒരേപോലെ തന്നെ കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുക. നമുക്ക് വേറൊരു ചോദ്യം കൺസിഡർ ചെയ്യാം. dy/dx കാണുന്നതിന് വേറൊരു ചോദ്യം. ചോദ്യം ഇതാണ്, ഫൈൻഡ് dy/dx if y plus sin y = cos x.
ഇവിടെ രണ്ട് ടേമിൽ y വരുന്നുണ്ട്. ഒരു y സൈനിന്റെ ആംഗിൾ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ y ഈക്വൽ ടു ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ കേസിൽ നമുക്ക് ഇതിൽ നിന്നും എങ്ങനെയാണ് dy/dx കാണുക? നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഈ ഇക്വേഷനെ മൊത്തത്തിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. അതായത് ഡെറിവേറ്റീവ് ഓഫ് LHS ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് RHS ചെയ്താൽ മതി. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, d/dx ഓഫ് y പ്ലസ് സൈൻ y ഈക്വൽ ടു cos x. ഇനി what is d/dx ഓഫ് y പ്ലസ് സൈൻ y? അപ്പോൾ ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആഡ് ചെയ്യണം. സോ ദ ഫസ്റ്റ് ടേം ഈസ് dy/dx പ്ലസ്, അടുത്ത ശ്രദ്ധിക്കുക, ഡെറിവേറ്റീവ് ഓഫ് സൈൻ y വിത്ത് റെസ്പെക്ട് ടു x ആണ് അല്ലെ. ഈ സൈൻ y എന്നുള്ളത് എക്സിന്റെ ടേമിലല്ല. അപ്പൊ സൈൻ yനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു y മാത്രമേ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ കിട്ടുക? ഡെറിവേറ്റീവ് ഓഫ് സൈൻ y വിത്ത് റെസ്പെക്ട് ടു y ഈസ് cos y അല്ലെ. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ആക്കണമെങ്കിൽ എന്ത് വേണം? എക്സിന്റെ സ്ഥാനത്ത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻഡു ചെയ്യണം. അപ്പൊ എന്ത് വേണം? ഇൻഡു dy/dx നേടണം. ഇവിടെ നമ്മൾ ചെയിൻ റൂളാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞ ദിവസം ചെയിൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ കുറെ ചോദ്യങ്ങൾ ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് ഏത് ഫോമിലാണോ ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ് എഴുതുക, പിന്നെ എക്സിന്റെ സ്ഥാനത്ത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻഡു ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈക്വൽ ടു, സോറി ഇവിടെ cos x എഴുതിയാൽ പോരാ, d/dx ഓഫ് cos x വേണം. രണ്ട് സൈഡും ഡെറിവേറ്റീവ് വേണ്ടേ? സോ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് cos x? ഇറ്റ് ഈസ് മൈനസ് sin x. അപ്പൊ നമ്മൾ എല്ലാ ടേമിന്റെയും ഡെറിവേറ്റീവ് എഴുതി കഴിഞ്ഞു. ഇനി ഈ ഡെറിവേറ്റീവ് ചെയ്ത അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ചെയ്ത ഈ ഇക്വേഷനിൽ നിന്നും dy/dx ഈക്വൽ ടു ആക്കിയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ഈ രണ്ട് ടേമിനും dy/dx ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് dy/dx ആസ് കോമൺ ഫാക്ടർ. അത് പുറത്തെടുത്താൽ ഇവിടെ ബാക്കിയുള്ളത് 1 പ്ലസ് രണ്ടാമത്തെ ടേമിൽ ബാക്കിയുള്ളത് cos y ഈക്വൽ ടു മൈനസ് sin x. ആൻഡ് ഫ്രം ഹിയർ dy/dx ഈക്വൽ ടു എന്താ കിട്ടുക? മൈനസ് sin x divided by 1 plus cos y. So this is our answer. ഇനി ഇതേപോലെ നമുക്ക് എക്സസൈസിലെ ചില ചോദ്യങ്ങളും കൂടെ നോക്കാം. എക്സസൈസ് 5.3ലുള്ള ചില ചോദ്യങ്ങൾ ഒക്കെ dy/dx കാണാനുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്തത് xy plus y square equal to tan x plus y. ഇതിൽ നിന്ന് dy/dx കാണും. സോ നമ്മൾ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുകയാണ്. d/dx ഓഫ് xy plus y square equal to d/dx ഓഫ് tan x plus y. LHSന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു RHSന്റെ ഡെറിവേറ്റീവ്. ഇനി നമുക്ക് LHSന്റെ ഡെറിവേറ്റീവ് എഴുതണം. അപ്പൊ നമുക്ക് LHSൽ രണ്ട് ടേം ഉണ്ട് അല്ലെ. ഇതിനെ ഓരോന്നിന്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് ആഡ് ചെയ്യാനുള്ള വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ xyന്റെ ഡെറിവേറ്റീവ് എഴുതണം. xy എന്ന് പറഞ്ഞാൽ x ഫസ്റ്റ് ഫംഗ്ഷൻ y സെക്കൻഡ് ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് ഡെറിവേറ്റീവിലേക്ക് പോവാം. d/dx ഓഫ് xy പ്ലസ് d/dx of y square equal to d/dx of tan x plus d/dx of y. ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് സ്പ്ലിറ്റ് ആക്കി. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എഴുതാൻ ശ്രമിക്കാം. d/dx of xy എഴുതണമെങ്കിൽ നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? x ഇൻറ്റു dy/dx ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അത് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 ആണ്. അപ്പൊ ഈ ഒരു ടേമേ എഴുതിയിട്ടുള്ളൂ. പ്ലസ് അടുത്തത് y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എഴുതണം. y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, y സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ എന്നുള്ള പോലെയാണ്. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ 2x എന്ന് എഴുതും. അതുപോലെ y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ആണ് ഫസ്റ്റ് ടേം. ബട്ട് എക്സിന്റെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? y ആണ്. അപ്പൊ എന്ത് വേണം? ഇൻറ്റു dy/dx ചേർക്കണം. ചെയിൻ റൂള് ഈക്വൽ ടു അടുത്ത tan xന്റെ ഡെറിവേറ്റീവ്. വാട്ട് ഈസ് ദാറ്റ്? sec square x പ്ലസ് dy/dx. ഇപ്പൊ എല്ലാ ടേമും നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുകഴിഞ്ഞു.
ഇനി ഈ ഇക്വേഷനിൽ നിന്നും dy by dx എന്താണെന്ന് എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം dy by dx ലെ ടേംസിനെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ടേം ഇവിടെ ഉണ്ട്, റൈറ്റിൽ ഒരെണ്ണമുണ്ട്. ആ റൈറ്റിൽ ഒരു ടേം ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ടേംസ് വരും നോക്കാം. x ഇൻറ്റു dy by dx പ്ലസ് 2y ഇൻറ്റു dy by dx മൈനസ് dy by dx. ആ ടേം കൂടെ ഇങ്ങോട്ട് എടുത്തു. ഇനി ബാക്കിയുള്ളതെല്ലാം റൈറ്റിൽ എഴുതാം. അപ്പോൾ റൈറ്റിൽ ഓൾറെഡി sec² x ഉണ്ട്. ഇനി ഇവിടെ dy by dx ഇല്ലാത്തൊരു ടേം ഇതാണ്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് y ആവും. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്നും dy by dxനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. So this implies dy by dx into എന്തൊക്കെ കിട്ടും? x plus 2y minus 1 equal to sec² x minus y. And from here നമുക്ക് dy by dx എന്താണെന്ന് എഴുതാം. This implies dy by dx equal to sec² x minus y divided by x plus 2y minus 1. This is our answer. അടുത്തത് find dy by dx if x cube plus x square y plus xy square plus y cube equal to 81. ഇതിൽ നിന്നും dy by dx കാണും. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ നമ്മൾ ചെയ്യാം. d by dx of left side equal to d by dx of right side. എന്താണ് d by dx of right side വരിക? right side 81 is a constant. So derivative of a constant is equal to 0. ഇനി നമുക്ക് ഓരോ ടേം ആക്കിയാൽ d by dx of x cube plus d by dx of x square y രണ്ടാമത്തെ ടേം plus d by dx of third term xy square plus d by dx of y cube equal to 0.9. ഇനി നമുക്ക് ഈ ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് എഴുതണം. സോ x cube with respect to x തന്നെയാണ്. സോ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? 3x² പ്ലസ് അടുത്തത് പ്രോഡക്റ്റ് റൂളിൽ ചെയ്യണം. x² ഫസ്റ്റ് ഫംഗ്ഷൻ y സെക്കൻഡ് ഫംഗ്ഷൻ. സോ അപ്ലൈയിങ് പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ x² ഡെറിവേറ്റീവ് ആൻഡ് ദാറ്റ് ഈസ് 2x. അപ്പോൾ അത് കഴിഞ്ഞു. ഇവിടെ വീണ്ടും പ്രോഡക്റ്റ് റൂൾ x ഫസ്റ്റ് y² സെക്കൻഡ്. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അവിടെ ശ്രദ്ധിക്കണം, സെക്കൻഡ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്താ വരിക? 2y ഇൻറ്റു dy by dx ചെയിൻ റൂൾ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് y² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈസ് 1. അപ്പൊ ഇതിൻ്റെയും കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, പക്ഷെ ഫംഗ്ഷനിൽ y ആണ്, y ക്യൂബിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എങ്ങനെ വരും? 3y² ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഇൻറ്റു dy by dx ഈക്വൽ ടു 0. ഇപ്പൊ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമുക്ക് dy by dx ഈക്വൽ ടു ആക്കണം. അപ്പൊ അതിന് നോക്കുക. dy by dx ഉള്ള ടേംസിനെ ശ്രദ്ധിക്കുക. നമ്മൾ ആ ടേംസിൽ നിന്നും dy by dx പുറത്തെടുത്തിട്ട് എഴുതാൻ പോവാം. അപ്പൊ ആദ്യത്തെ ടേം ഇതാണ്. ഇതിൽ നിന്ന് dy by dx പുറത്തു വന്നാൽ ബാക്കി x². അടുത്ത എവിടെയാണ് വരുന്നത്? ഈ ടേമില്. അതിൽ dy by dx പുറത്തേക്ക് വന്നാൽ പ്ലസ് 2xy. ഇനിയുള്ളത് ഈ ടേം പ്ലസ് 3y². അപ്പൊ ഈ മൂന്ന് ടേമും നമ്മൾ കമ്പൈൻ ചെയ്തു dy by dx പുറത്തെടുത്തിട്ട്. ഇനി ബാക്കിയുള്ളതിനെ നമുക്ക് റൈറ്റിലേക്ക് മാറ്റാം. നോക്കാം, ലെഫ്റ്റിൽ ബാക്കിയുള്ള എല്ലാ ടേംസും പ്ലസ് ആണ്. അപ്പൊ റൈറ്റിലേക്ക് മാറ്റുന്ന എല്ലാ ടേംസും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോന്നിനും മൈനസ് കൊടുക്കുന്നതിന് പകരം നമുക്ക് മൈനസ് കോമൺ ആക്കി വെച്ചാലും മതി. അപ്പോൾ മൈനസ് 3x² എന്നുള്ളതിന് പകരം മൈനസ് പുറത്തെടുത്താൽ ഉള്ളിൽ 3x² എഴുതി. ഇത് അങ്ങോട്ട് മാറി. ഇനി അടുത്ത് ഇതാ പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് പുറത്ത് എഴുതിയിട്ടുണ്ട്. പ്ലസ് 2xy എഴുതിയാൽ മതി. ഇനി ഏത് ടേമുള്ളത്? ഈ y². അത് അങ്ങോട്ട് കിടക്കുമ്പോൾ മൈനസ് y² ആവും. മൈനസ് പുറത്തുണ്ട്,
അപ്പോൾ ബാക്കിയുള്ളത് പ്ലസ് വൈ സ്ക്വയർ ആയില്ലേ. സോ ഫ്രം ഹിയർ നമുക്ക് ആൻസർ ആയി dy by dx equal to minus of 3x square plus 2xy plus y square divided by x square plus 2xy plus 3y square. This is our answer. ഒരെണ്ണം കൂടെ ചെയ്യാം ഇതേപോലത്തെ. dy by dx കാണുകയാണ് വേണ്ടത്. തന്നിരിക്കുന്ന ഇക്വേഷൻ sin square y plus cos xy equal to pi. ഇതിൽ നിന്ന് dy by dx കാണണം. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ ഡെറിവേറ്റീവ്സ് ഒക്കെ മനസ്സിൽ വരുന്നുണ്ടാവും. നമുക്ക് ഡയറക്റ്റ് എഴുതി നോക്കാം. So the rule is d by dx of left side equal to d by dx of pi ആണ്. ഇതിൽ എന്താ കിട്ടുക? നമുക്ക് ആദ്യം സൈൻ സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് എഴുതാം. സൈൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ അത് സൈൻ വൈ ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ എന്നുള്ള പാറ്റേണിലാണ് അത് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവിന്റെ പാറ്റേണിൽ നിന്ന് തുടങ്ങണം. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? 2 sin y into d by dx of x ന്റെ സ്ഥാനത്ത് എന്താണുള്ളത്? sin y ആണ്. അതെന്താണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. പ്ലസ് അടുത്ത നോക്കുക ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് വൈ ആണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ ആ ഫംഗ്ഷൻ മൊത്തത്തില് കോസ് എക്സ് എന്നുള്ള ഫോമിലാണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് ആണ്. എക്സ് അല്ല, പകരം നമുക്ക് ഇവിടെ എക്സ് വൈ ആണ്. അപ്പൊ എന്ത് വേണം? ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ വരണം. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി നമുക്ക് ഈ ഭാഗം കൂടെ ചെയ്യാം. ഒക്കെ ചെയിൻ റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. സോ 2 sin y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin y ഈസ് കോസ് y. പക്ഷെ എക്സിന്റെ സ്ഥാനത്ത് y ആണ്. അപ്പൊ എന്ത് വേണം? ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വേണം. മൈനസ് sin xy ഇൻറ്റു ഇനി ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ആണ്. സോ അവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എക്സ് ഫസ്റ്റ് വൈ സെക്കൻഡ്. പ്രൊഡക്റ്റ് റൂളിൽ ചെയ്യണം. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈക്വൽ ടു 0 ആയി. ഇനി നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസിനെ ശ്രദ്ധിക്കണം. അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് എടുക്കാം. സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഈ ടേമിൽ ബാക്കിയുള്ളത് 2 sin y cos y and that is the same as sin 2y. നമുക്ക് ചേർക്കാൻ പറ്റുന്നതെല്ലാം ചേർത്തിട്ട് തന്നെ എഴുതാം. ഇത്രയും ഒന്നിച്ച് sin 2y ആയി. ഇനി എവിടെ dy by dx? ഈ ടേമിലാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇതിന് കോമൺ ആയിട്ട് മൈനസ് സൈൻ എക്സ് വൈ പുറത്തുണ്ട്. അപ്പൊ ഈ ടേമിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. അതിന് ഡി വൈ ബൈ ഡി എക്സ് പുറത്ത് എഴുതിയാൽ ബാക്കി എന്താണത്? മൈനസ് എക്സ് എക്സ് ഇപ്പുറം എഴുതാണ് സൈൻ എക്സ് വൈ. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്തൊരു ടേം ഉണ്ട് ഇത് അല്ലെ. പക്ഷെ ഈ ടേം വൈ അല്ല, വൈയുടെ കൂടെ ആരാണത്? മൈനസ് സൈൻ എക്സ് വൈ ഉണ്ട്. അതിനെ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റണം. അത് ഇവിടെ മൈനസ് ആണ്, അപ്പൊ റൈറ്റിലേക്ക് മാറ്റുമ്പോൾ പ്ലസ് ആവില്ലേ. സോ വാട്ട് ഈസ് ദാറ്റ് ടേം? ഈക്വൽ ടു വൈ ഇൻറ്റു സൈൻ എക്സ് വൈ എന്നാവും. അടുത്ത സ്റ്റെപ്പില് dy by dx equal to the answer is y into sin xy divided by e term, that is sin 2y minus x into sin xy. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ.